ലീഡ് ഉയർത്തുന്നു ആര്യാടൻ ഷൗക്കത്ത്. 3771 വോട്ടുകൾക്ക് ഷൗക്കത്ത് മുന്നിലാണ്. ഇപ്പോൾ UDF പ്രതീക്ഷിച്ച തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ സാനു? വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിൽ. UDFന്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തുന്നു ആര്യാടൻ ഷൗക്കത്ത്. നേരത്തെ വഴിക്കടവിലുണ്ടായ ക്ഷീണം അടുത്ത പഞ്ചായത്തിൽ ഉണ്ടാകുന്നില്ല എന്ന സൂചനകളാണോ ഇത്? 3771 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. സാനു കെ സജീവ് ഒപ്പമുണ്ട്. സാനു, ഇപ്പോൾ കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാകുന്നുവോ? അതായത് വഴിക്കടവിൽ ആദ്യ റൗണ്ടുകളിൽ ഉണ്ടായ ക്ഷീണം ഇപ്പോൾ UDF മറികടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വഴിക്കടവിലും അതേപോലെ മൂത്തേടത്തുമുണ്ടായ കാലിടർച്ച ഇവിടേക്ക് എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ മൂത്തേടത്തേക്ക് എത്തുമ്പോഴത്തേനും ഉണ്ടാവുന്നു. 3771 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. 5ാം റൗണ്ട് വോട്ടെണ്ണലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആദ്യ 2 റൗണ്ടുകളിൽ അൻവർ ഉണ്ടാക്കിയ കുതിപ്പ് ഇപ്പോൾ കാണുന്നില്ല. മുത്തേടം പഞ്ചായത്തിലെ വോട്ടെണ്ണലിൽ 3771 ഉയരുന്നുണ്ട് ഷൗക്കത്തിന്റെ ലീഡ്. ഒരുപക്ഷെ ആദ്യം പൊട്ടിച്ചിരിച്ചവർ, പിന്നീട് മ്ലാനതയിലേക്ക് പോയവർ ഇപ്പോൾ വീണ്ടും ചെറുപുഞ്ചിരിയോടെ സ്ക്രീനുകളിൽ നിറയുന്ന സമയമാകാം. സാനു, തുടരാം. ഇപ്പോൾ ആശ്വാസമോ UDF ക്യാമ്പിൽ? നില മെച്ചപ്പെടുത്തിയത് അല്ലെങ്കിൽ വോട്ട് ഷെയർ കൂട്ടിയതിൽ UDF കേന്ദ്രത്തിന് അല്പം ആശ്വസിക്കാം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിലവിൽ വഴിക്കടവിലും അതേപോലെ തന്നെ മൂത്തേടത്തും കാലിടറെങ്കിൽ അത് എടക്കരയിൽ എത്തിയപ്പോഴത്തേന് ആശ്വാസത്തിൻ്റെ ഒരു ചെറുപുഞ്ചിരി അല്ലെ ചെറിയൊരു കാറ്റ് UDF കേന്ദ്രങ്ങളിലേക്ക് വീശുന്നുണ്ട്. എന്തായാലും UDF കേന്ദ്രത്തിലുണ്ടായത് അല്ലെങ്കിൽ വഴിക്കടവിലുണ്ടായത് മുസ്ലിം ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള, UDFന് ഏറ്റവും സ്വാധീനമുള്ള, കോൺഗ്രസിന് സ്വാധീനമുള്ള വഴിക്കടവിൽ അവർ കാലിടറി. അതേ അവസ്ഥ തന്നെയാണ് മൂത്തേടത്തൊന്നും നമുക്ക് ദൃശ്യമായത്. എന്തായാലും അത് മാറി എടക്കരയിലേക്ക് എത്തുമ്പോൾ സാധ്യതകൾ മാറുകയാണ്. UDF സ്ഥാനാർത്ഥി മെല്ലെ അവരുടെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, അൻവറും തൻ്റെ നില മെച്ചപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ NDAയും കയറി വരുന്നുണ്ട്. തൊട്ടു പിന്നിൽ, അതായത് ആര്യാടൻ ഷൗക്കത്തിന് തൊട്ടു പിന്നിൽ M സ്വരാജ് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. M സ്വരാജിൻ്റെ വോട്ട് ബാങ്കിൽ നിലവിൽ ഇതുവരെ ഒരു വീഴ്ച വന്നിട്ടില്ല, നിലവിൽ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് LDF കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആദ്യ പല സൂചനകൾ വന്ന ആദ്യ മണിക്കൂറുകളിൽ നിലവിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നത്, നിലവിൽ വോട്ട് ചോർന്നിരിക്കുന്നത് അത് UDF കേന്ദ്രത്തിലാണ്. വഴിക്കടവിലാണ് അവർക്ക് വോട്ട് ചോർന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മൂത്തേടത്തും അതേ സമാനമായിട്ടുള്ള, വഴിക്കടവിൽ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ മൂത്തേടത്തും സംഭവിച്ചിട്ടുള്ളത്. അത് മാറി എടക്കരയിലേക്ക് എത്തുമ്പോൾ നില മെച്ചപ്പെടുത്തുകയാണ്, നില ഭദ്രമാക്കി മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് UDF കേന്ദ്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനൊപ്പം നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. വഴിക്കടവും മൂത്തേടവും എടക്കരയും പോത്തുകല്ലുമെല്ലാം UDFന്റെ പരമ്പരാഗത വോട്ട് ബേസ് ഉള്ള അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലകളാണ്. ആ മേഖലകളിൽ അവർ മുന്നേറുന്നു, അല്ലെങ്കിൽ ആ മേഖലകളിൽ അവർ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ പ്രതീക്ഷകളെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ വെച്ച് പുലർത്തുന്നത്. ഒപ്പം ഈ വഴിക്കടവിലുണ്ടായിട്ടുള്ള വീഴ്ച ഇനി വരാനിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുമോ എന്നതും ഒരു രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതേപോലെ തന്നെ PV അൻവറിൻ്റെ ഒരു സാന്നിധ്യം, PV അൻവർ ഒന്നും നേടില്ല അല്ലെങ്കിൽ ഒരു സാന്നിധ്യമാവില്ല, 10,000 കടക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഈ വഴിക്കടവിൽ ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ PV അൻവർ വ്യക്തമാക്കിയിരുന്നത് വഴിക്കടവിൽ എണ്ണുമ്പോൾ 1 മുതൽ 46 ബൂത്തുകൾ വരെ എണ്ണുമ്പോൾ താൻ എന്താണ് പറഞ്ഞിരുന്നത്, തൻ്റെ സാന്നിധ്യം അവിടെ വ്യക്തമാകുമെന്ന് പറഞ്ഞിരുന്നത് ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന നിലയിലാണ് വഴിക്കടവിൽ ഈ അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മുന്നേറ്റം. അത് എടത്തലയിലും ആ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, മൂത്തേടത്തും ആ ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇനിയും വരാൻ പോകുന്ന പഞ്ചായത്തുകൾ എണ്ണി തീരുമ്പോഴേക്കും ഏത് നിലയിലാണ്, നിലമ്പൂർ ഏത് ദിശയിൽ ചിന്തിക്കുന്നു, നിലമ്പൂരിൽ ആര് വാഴും ആര് വീഴുമെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം നിലമ്പൂർ നഗരസഭയും നിർണായകമായി മാറും. നിലവിൽ 3771 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. അത് LDF കേന്ദ്രങ്ങൾ പറയുന്നത് കരുളായി, അമരമ്പലം പോലുള്ള പ്രദേശത്ത് ചെല്ലുമ്പോൾ തങ്ങൾക്കത് മറികടക്കാൻ സാധിക്കും. ഒരു പക്ഷേ നിലമ്പൂർ നഗരസഭയിൽ ഒരു വീഴ്ചയുണ്ടായാൽ അത് ഈ 2 പഞ്ചായത്തുകളിൽ, അവസാനം എണ്ണുന്ന പഞ്ചായത്തുകളിൽ തങ്ങളത് മറികടന്ന് ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും നിയമസഭയിലേക്ക് M സ്വരാജ് നടന്ന് കയറുമെന്ന് LDF വിശ്വസിക്കുന്നു, അവർ അവകാശപ്പെടുന്നു. എങ്കിലും നിലവിലുള്ള സാഹചര്യം അങ്ങനെയല്ല. മെല്ലെ
മെല്ലെ മെല്ലെ UDF അവരുടെ വോട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്, അവരുടെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഒപ്പം തന്നെ അൻവറിൻ്റെ സാന്നിധ്യം ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട്. ഒപ്പം തന്നെ NDA വോട്ട് ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം UDFനും അതേപോലെ തന്നെ LDFനും ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ MV ഗോവിന്ദൻ മാസ്റ്ററെ കണക്കിന് ശകാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനിടയിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഉണ്ടാകാം, UDFന്റെ കേന്ദ്രമാണ് നിലമ്പൂർ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അതൊരു മുൻകൂർ ജാമ്യമെടുക്കലായിരുന്നോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അത് ശരിയെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ലീഡില്ലല്ലോ, വലിയ ലീഡിലേക്ക് പോകുന്നില്ലല്ലോ. അത് നൽകുന്ന സൂചന എന്താണ്? അതായത് LDF കേന്ദ്രങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, അവർ പറഞ്ഞ കണക്കുകളല്ല, അതൊക്കെ സ്വാഭാവികമായി ആത്മവിശ്വാസം അവസാനം വരെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണല്ലോ. പക്ഷേ ആ കണക്കുകൾക്കപ്പുറം അവരുടെ മനസ്സ് പറഞ്ഞ, അവരുടെ സ്വകാര്യമായ സംഭാഷണങ്ങളിൽ പറഞ്ഞു കേട്ട ഒരു പരാജയത്തിൻ്റെ, കനത്ത പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്ക് ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. സാനു, തീർച്ചയായിട്ടും പെട്ടി പൊട്ടിക്കുന്ന, അതായത് വോട്ടിൻ്റെ ഇലക്ഷൻ്റെ പെട്ടി പൊട്ടിക്കുന്നത് വരെ അവകാശവാദങ്ങളൊക്കെ ആവാം. അതിനുശേഷം യഥാർത്ഥ ജനവിധിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരം അവകാശവാദങ്ങൾക്കൊന്നും അടിസ്ഥാനം ആ വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ, അല്ലെ ആ വോട്ട് എണ്ണി തുടങ്ങിയതിന് ശേഷം അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുള്ള LDF നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും അടക്കമുള്ള ശരീരഭാഷ ഒരു പരാജയത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ശരീരഭാഷയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദൃശ്യമായിരുന്നു, കാണാൻ സാധിച്ചിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ നിന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ച ഒരു കാര്യമാണ്. എന്തായാലും അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് സ്വരാജ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെ വേണം ഈ വോട്ടിൻ്റെ നില, അല്ലെ നിലവിലെ ഈ വോട്ടിങ്ങിൻ്റെ പാറ്റേണും അതേപോലെ തന്നെ ഈ ഒരു സംഖ്യയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാനായിട്ട്. കാര്യമായിട്ട് അൻവർ ചോർത്തിയിട്ടില്ല. അതായത് LDFന്റെ ലീഡ് നില 4173 മാറുന്നു. നിലമ്പൂരിൽ ഷൗക്കത്ത് മുന്നേറുന്നു പതിയെ പതിയെ. തുടക്കം മുതൽ ഇതുവരെ പോസ്റ്റൽ വോട്ട് എണ്ണിയ നിമിഷം മുതൽ ഇതുവരെയും ഒരു തവണ പോലും താഴേക്ക് പോയിട്ടില്ല ആര്യാടൻ ഷൗക്കത്ത്. ആദ്യമുണ്ടായിരുന്ന ആശങ്കയൊക്കെ മറികടന്ന് ഇപ്പോൾ ലീഡ് നില 4173 മാറുന്നു. അതായത് ആദ്യം പൊട്ടിച്ചിരിച്ച, ഞങ്ങൾ ജയിച്ചിരിക്കും, ഭൂരിപക്ഷം എത്രയെന്ന് അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ UDF ക്യാമ്പുകൾ പിന്നീട് മ്ലാനതയിലേക്ക് പോയി, ആശങ്കയിലേക്ക് പോയി. അവരുടെ മുഖം ചിരിക്കുന്നത് കാണാനേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും ചിരിച്ചു തുടങ്ങുന്നു UDF ക്യാമ്പ്. VS ജോയ്, അനിൽകുമാർ അടക്കമുള്ളവർ ഷൗക്കത്തും. കൃഷ്ണരാജ് വഴിക്കടവിലും മൂത്തേടത്തും കാലിട ഘട്ടത്തിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് വോട്ടെണ്ണുമ്പോൾ ആ സാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു വീഴ്ചകളല്ല ഈ മറ്റ് പഞ്ചായത്തുകളിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാവുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പോത്തുകല്ല്, എടക്കര അടക്കമുള്ള പഞ്ചായത്തുകൾ എണ്ണുമ്പോഴത്തേനും വോട്ടിംഗ് നില അങ്ങനെയല്ല. UDFന് നേരിയ ആശ്വാസമുണ്ട്. UDF മുന്നോട്ട് വരുന്നുണ്ട്. നിലവിൽ തൊട്ട് പിന്നിൽ LDF ഉണ്ടെങ്കിലും അൻവറും ഒട്ടും പിന്നിലല്ലാതെ തന്നെ വോട്ട് നേടുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും എത്ര വീഴ്ച വരുത്തിയാലും എത്ര ചോർച്ച ഉണ്ടാക്കിയാലും വിജയം തങ്ങൾക്കാണെന്നാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ പറയുന്നത് അങ്ങനെയാണ്. ആദ്യ വീഴ്ച ഉണ്ടായാലും മറ്റിടങ്ങളിൽ അത് പരിഹരിക്കും. ആ ചൂഷണം ഞങ്ങൾ മറ്റിടത്ത് വരുമ്പോഴത്തേക്കും അത് കവർ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്ന പോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് UDFന്റെ മേൽക്കോയ്മയുള്ള, UDFന് സാന്നിധ്യമുള്ള, UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് മറ്റു ഭാഗങ്ങളിൽ ഈ വഴിക്കടവിലും മൂത്തേടത്തും ഉണ്ടായിട്ടുള്ള വീഴ്ച മറികടക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിലേക്ക് അടക്കം വരുമ്പോൾ, നിലമ്പൂർ നഗരസഭയിലേക്ക് എത്തുമ്പോഴത്തേന് ബലാബല പരീക്ഷണമാണ്. അതായത് രണ്ടുപേരും തുല്യ ശക്തികളാവുമ്പോൾ അവിടെ എത്ര വോട്ട് സമാഹരിക്കുന്നു എന്നുള്ളത് ആശങ്കയായിട്ടുണ്ടെങ്കിലും ആരുടെയെങ്കിലും വോട്ട് ബാങ്കിൽ അൻവർ വീഴ്ച വരുത്തുമോ, ചൂഷണം ഉണ്ടാക്കുമോ എന്നുള്ളതും ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഉയർന്നിട്ടുള്ള ഭൂരിപക്ഷം 5000-നടുത്തേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു മുന്നേറ്റം അവർക്ക് UDF കേന്ദ്രത്തിന് വലിയൊരു ആശ്വാസമാണ്. ആദ്യം ചിരിമങ്ങിയെങ്കിലും അല്പം ചിരിയോടും സന്തോഷത്തോടും മുദ്രാവാക്യം വിളികളോടുമൊക്കെ ഈ ഒരു മുന്നേറ്റം പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അൻവർ എന്നൊരു പേര് അവർക്ക് ആശങ്കയാവുന്നുണ്ട്. വഴിക്കടവിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീഴ്ച മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുമോ എന്നുള്ളൊരു ആശങ്കയും UDF കേന്ദ്രങ്ങളിൽ നിലവിൽ കരിനിഴലായി തന്നെ നിൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് ഉയരുന്നു. പോസ്റ്റൽ വോട്ട് മുതൽ ഇതുവരെ ഒരു സമയം പോലും ഷൗക്കത്ത് പിന്നിലേക്ക് പോയിട്ടില്ല. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന ലീഡു നിലയായിരുന്നു ആദ്യ റൗണ്ടുകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മാറുന്നു. കുറച്ചുകൂടി മുന്നിലേക്ക് വരുന്നു ആര്യാടൻ ഷൗക്കത്ത്.